എങ്ങനെയുണ്ടച്ചാ? അടിപൊളിയല്ലേ? സൂപ്പർ. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫുള്ള് കറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അടുത്തതൊരു എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വന്നപ്പോഴാണ് പലരും പല ഓപ്ഷൻസ് ആയിട്ട് വന്നത്. അപ്പോൾ അതിലൊന്നുണ്ടായിരുന്നതാണ് ഡിസേർട്ട് സഫാരി. UAE വന്നിട്ട് നമ്മൾ ഏറ്റവും കാണേണ്ടതായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കാരണം ഈ വൈബൊന്നും നമുക്ക് നാട്ടിൽ എവിടെ പോയാലും നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ച് ഇവിടെ തന്നെ എന്തായാലും പോവാന്ന്. അപ്പം അങ്ങനെ നമ്മൾ പോവാണ്. ഡിസേർട്ട് സഫാരിക്കാണ് പോകുന്നത്. അബുദാബിയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ ഓപ്പൺ ആകുമ്പോൾ കുറേ അഡ്വർടൈസ്മെൻറ്റ് ഡിസേർട്ട് സഫാരീനെ കുറിച്ചിട്ട് കാണാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയുണ്ട്, നല്ല രസമാണ്, നമുക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഡിസേർട്ട് സഫാരിക്ക് പോയത്. നല്ല രസമായിരുന്നു. അവിടെ എത്തുന്നത് വരെ ഒരു അത്യാവശ്യം ലോങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയില്ലല്ലോ ഇങ്ങോട്ടാണ് പോകണേ, ഏത് ഭാഗത്തോട്ടാണെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങോട്ട് മുക്കാൽ ഭാഗമായപ്പോൾ പിന്നെ അവിടെ നിന്ന് ഫുള്ള് മരുഭൂമിയായിരുന്നു കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ഈ മറ്റേ ആടുജീവിതം ഫിലിം ഉണ്ടല്ലോ, അതായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ എങ്ങാനും പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്താവും. കുറച്ചങ്ങ് പോയപ്പോൾ ഫോണിൽ റേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കോൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് രക്ഷപ്പെടുക. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞു കേട്ടോ. എന്താവും അപ്പോഴത്തെ സിറ്റുവേഷൻ, ഏത് ഭാഗത്താണ് പോവുക, എങ്ങനെയാണ് പോവുക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ നേരെ പോയത് ഡിസേർട്ട് സഫാരിക്കാണ് കേട്ടോ. അവിടെ തന്നെ വണ്ടിയായിട്ട് ആൾക്കാർ ഉണ്ടാവും. നമ്മളങ്ങനെ അവരൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കും. പക്ഷെ നല്ല പേടിയാവും കേട്ടോ. ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാത്തൊരാൾ പെട്ടെന്ന് കയറി പോകുമ്പോൾ അവർക്ക് സത്യമായിട്ടും പേടിയാവും, ഭയങ്കര പേടിയാവും കേട്ടോ. കാരണം നല്ലോണം പിടിച്ചിരിക്കണം. ഏട്ടൻ്റെ തലയൊന്ന് മുട്ടിയിട്ട് ഭയങ്കര പെയിനൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, നല്ലോണം ശ്രദ്ധിക്കണം. പക്ഷെ കാണേണ്ട ഒരു തന്നെയായിരുന്നു, കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ കാണാത്തവരെന്തായാലും പോയി കാണണം കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക, പോയില്ലെങ്കിൽ എന്തായാലും മിസ്സാവും, അത്രേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് ഒട്ടകപ്പുറത്തുള്ള സവാരിക്കാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന ഫ്രണ്ട്സ് ഇവരാണ്, നാദിർഷ, ആയിഷ. നാദിർഷ ഇക്ക നല്ല പാട്ടൊക്കെ പാടും കേട്ടോ, ഒരു പാട്ടുകാരനാണ്. അപ്പോൾ ഇവരുണ്ടായിരുന്നു ഞങ്ങളുടെ ഒപ്പം. അപ്പം അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഒട്ടകപ്പുറത്ത് സവാരിക്കൊക്കെ പോയി. അച്ഛനും അമ്മയ്ക്കും, അച്ഛന് കുഴപ്പമില്ല, അമ്മയ്ക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. അപ്പം അമ്മേനെ ഈ ചേട്ടൻ പിടിച്ച് കയറ്റിയതാണ്. എല്ലാവരും ഞങ്ങളൊക്കെ കയറിയില്ലേ, അപ്പം അമ്മയും കയറുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയും അച്ഛനൊക്കെ കയറി. പിന്നെ ജാനക്കുട്ടിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അവൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ഞാനില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓളനെയും കയറ്റി ഞങ്ങൾ. പക്ഷേ നല്ല കരഞ്ഞു കേട്ടോ. ഇടയിലൊന്ന് ചിരിച്ചു, പിന്നെ കരഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടേക്കൊന്ന് മെല്ലെ ഇങ്ങനെ നടക്കാനൊക്കെ പോയിട്ടാണ്, നടന്നിട്ടൊക്കെയാണ് പിന്നെ വന്നത്. അവിടെ ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. മരുഭൂമി ആയാലും അവിടെ ഇങ്ങനെ പച്ചപ്പും കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണാനായിട്ട് പോയി. എൻ്റെ ബോസില്ലേ നല്ല പണിയാട്ടാ. എല്ലായിടത്തും പോയത് വെച്ചിട്ട് നമ്മളെ ഒട്ടത്തുമ്പോ കയറ്റിച്ചില്ലേ, അമ്മേനെ എടുത്തിട്ട് കയറ്റിയ അല്ലെങ്കിൽ കയറില്ല സത്യം. മരിക്കും.
അത് കൂടി പോയി. അത് കുറച്ച് wrong ആയി. എനിക്ക് അത് പേടിയിരുന്ന വണ്ടി പോകാൻ എൻ്റെ അമ്മേ കേറാൻ വയ്യാട്ടോ ഗൈസ്. പൊടി മനസ്സിലായി. അവിടുന്ന് കാണുമ്പോ ഇങ്ങനെ ഒരു വഴി, ചെറിയൊരു വഴി പോലെ തോന്നണത് അല്ലേ? എന്താണ് പറയാനുള്ളത്? ട്രിപ്പ് വണ്ടർഫുൾ പറയാനായിട്ടില്ല. നമ്മൾ ജസ്റ്റ് ബിഗിനിങ് ആണ്. എങ്ങനെയുണ്ട് അച്ഛാ? അടിപൊളിയല്ലേ? സൂപ്പർ. അപ്പം ഞാൻ അച്ഛനോട് അമ്മോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു നല്ല രസമുണ്ട് കാണാനായിട്ട്, നമ്മൾ വന്നില്ലെങ്കിൽ ശരിക്കും മിസ്സായിരുന്നു. ഇതുവരെ പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് ഇതാണ്. ഒന്നുകൂടി കേട്ടോ, എല്ലാ സ്ഥലങ്ങളും ഇഷ്ടമായി, പക്ഷെ കൂടുതൽ ഇഷ്ടമായത് ഇതാണ് എന്ന് പറയായിരുന്നു അച്ഛൻ. അവരിതാ കുന്ന് കയറാൻ പോവാണ്. മരുഭൂമിയുടെ മുകളിലെ കുന്നിലോട്ടുള്ള യാത്രയിലാണ്. അമ്മ അങ്ങോട്ട് നോക്ക്, അമ്മ അങ്ങോട്ട് നോക്ക്. എന്തേ ഞാനും അങ്ങോട്ട് നോക്കൂ. അപ്പം ഞങ്ങൾ നടക്കണ കഷ്ടപ്പാടാണ് ഗൈസ് കാണുന്നത്. വെരി ടാസ്ക്കാണ്. അപ്പം നടത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് പിന്നെ ഫുഡും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മെയിലാഞ്ചി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ചാരക്കുട്ടിക്ക് മെയിലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇടാൻ പോണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. ലൈവാണോ? ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സബ്സ്ക്രൈബ് ഒക്കെ പറയും. നമ്മളെ ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, ജാനൂസ് വ്ലോഗ്സ്. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഡിസൈൻസ് കുഞ്ഞുമണിക്ക് വെള്ളം ലൈവാണോ? ഡേറ്റ് ഉണ്ടോ? आदर्श आदर्श अम्मा अच्छा राहुल ജാനുട്ടി ജാനുട്ടി ഇങ്ങ നോക്ക് നോക്ക് യെസ് നോക്ക് നോക്ക് നോക്കൂ നോക്കണേ ഇങ്ങോട്ട് നോക്ക്. ദുബായിലുള്ളപ്പോൾ തൊട്ടിട്ട് പിന്നെ ഞാൻ സ്കിപ്പായി പോയി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം
അങ്ങനെ നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ ഫുഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ അവരുടെ വണ്ടിയിൽ തന്നെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ചെയ്തത്.